പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ തന്ത്രപരമായ നീക്കവുമായി അമേരിക്ക. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വ്യക്തമാക്കി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണശേഷികളെ അമേരിക്ക അതിവേഗം തകർക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കിലൂടെ ഒരു വലിയ എണ്ണ ടാങ്കർ ഞായറാഴ്ച സുരക്ഷിതമായി കടന്നുപോയത് ശുഭസൂചനയാണെന്നും അമേരിക്കൻ വൃത്തങ്ങൾ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ, പ്രകൃതിവാതകം, വളം എന്നിവയുടെ നീക്കം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇറാൻ ഹോർമുസ് അടച്ചതോടെ ആഗോള എണ്ണ വിപണിയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക ഇടപെടൽ. ലോകത്തിന്റെ 1/5 അസംസ്കൃത എണ്ണയും ഹോർമുസ് വഴിയാണ് കടന്നുപോകുന്നത്. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. ജപ്പാൻ തങ്ങളുടെ കരുതൽ ശേഖരം ഉപയോഗിക്കുന്നത് പരിഗണിക്കുമ്പോൾ ചൈന ആഭ്യന്തര വിതരണത്തിനായി ഇന്ധന കയറ്റുമതി വെട്ടിച്ചുരുക്കി. ഹോർമുസ് വഴി കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾ കത്തിക്കുമെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഭീഷണിക്കിടെയാണ് അമേരിക്ക സൈനിക ജാഗ്രതയോടെ നീങ്ങുന്നത്. കടലിടുക്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ കൂടി നിലയുറപ്പിക്കുന്നതോടെ ഇറാന്റെ തന്ത്രപരമായ മേധാവിത്വം ഇല്ലാതാകുമെന്നും മേഖലയിലെ യുദ്ധം പുതിയ തലത്തിലേക്ക് മാറുമെന്നുമാണ് വിലയിരുത്തൽ. എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നുണ്ടാവുക.